ജന്തർ മന്ദറിൽ തുടർച്ചയായി 36 ദിവസം നീണ്ട വിദ്യാർത്ഥി സമരത്തിന് വിരാമമിട്ടതിന് പിന്നാലെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കവുമായി കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അടുത്തഘട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ യുവാക്കളെ ഉൾപ്പെടുത്തി 12 അംഗ ദേശീയ നേതൃനിരയ്ക്കാണ് സംഘടന രൂപം നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തനം, എഞ്ചിനീയറിംഗ്, നിയമം, ധനകാര്യം, സാങ്കേതികവിദ്യ, ഗവേഷണം, പൊതുനയം, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ വിദ്യാഭ്യാസവും പ്രൊഫഷണൽ പരിചയമുള്ളവരാണ് പുതിയ ദേശീയ നേതൃത്വത്തിലെത്തിയിരിക്കുന്നത്. യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനയുടെ അടിത്തറ വിപുലീകരിക്കുകയെന്ന ലക്ഷ്യവും പുതിയ നേതൃത്വത്തിന് മുന്നിലുണ്ട്. മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിൽ നടന്ന 2 ദിവസത്തെ ദേശീയ യോഗത്തിലാണ് അടുത്ത 6 മാസത്തേക്കുള്ള സംഘടനയുടെ പ്രവർത്തന രൂപരേഖ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രൊഫഷണൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കുക, ഗവേഷണത്തിനും നയരൂപീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ നേതൃത്വത്തിന് ചുമതലകൾ വിഭജിച്ചിരിക്കുന്നത്. നിലവിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള പദ്ധതിയില്ലെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം പ്രൊഫഷണൽ മികവും വിദ്യാഭ്യാസ പശ്ചാത്തലവുമുള്ള യുവാക്കളെ ഒരുമിച്ച് അണിനിരത്തി നിലവിലുള്ള സാമൂഹിക വിദ്യാർത്ഥി പോരാട്ടങ്ങൾക്ക് കൂടുതൽ സംഘടിതമായ രൂപം നൽകാനാണ് ശ്രമം. രാജ്യവ്യാപകമായി പ്രവർത്തന ശൃംഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രത്യേക ചുമതലകൾ നൽകിയത്. ദേശീയ നേതൃനിരയിലെ പ്രധാന ഭാരവാഹികൾ: അഭിജിത്ത് ദീപ്കെ, സ്ഥാപകൻ, ദേശീയ കൺവീനർ. മഹാരാഷ്ട്രയിലെ സംഭാജി നഗർ സ്വദേശിയായ 30-കാരനായ അഭിജിത്ത് ദീപ്കെയാണ് സംഘടനയുടെ സ്ഥാപകനും ദേശീയ കൺവീനറുമായി ചുമതലയേറ്റത്. പൂനെ സർവകലാശാലയിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദം നേടിയ അദ്ദേഹം അമേരിക്കയിലെ ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പൊതുബന്ധത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. സംഘടനയുടെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ് പ്രധാന ചുമതല. അശുതോഷ് റാങ്ക, ദേശീയ സഹ കൺവീനർ. രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയായ 30-കാരനായ അശുതോഷ് റാങ്കയാണ് ദേശീയ സഹ കൺവീനറായി നിയമിതനായത്. IIT കാൺപൂരിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് പൊതുഭരണത്തിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയിട്ടുണ്ട്. സംഘടനയുടെ ദേശീയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിലും അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ടായിരിക്കും. സൗരവ് ദാസ്, ദേശീയ സഹ കൺവീനർ. ഡൽഹി സ്വദേശിയായ 27-കാരനായ സൗരവ് ദാസിനും ദേശീയ സഹ കൺവീനറുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദം നേടിയ സൗരവ് സംഘടനയുടെ പൊതുസമ്പർക്ക പ്രവർത്തനങ്ങൾക്കും യുവജനങ്ങളിലേക്കുള്ള ആശയവിനിമയത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്ന നേതൃത്വത്തിന്റെ ഭാഗമാകും. അജിങ്ക്യ ഷിൻഡെ, ദേശീയ സംഘടനാ ചുമതലക്കാരൻ. മഹാരാഷ്ട്രയിലെ ലാത്തൂർ സ്വദേശിയായ 35-കാരനായ അജിങ്ക്യ ഷിൻഡെയാണ് ദേശീയ സംഘടനാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. റായ്ഗഡിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് ബിരുദം നേടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംഘടനാ ഘടകങ്ങളെ ഏകോപിപ്പിക്കുകയും പുതിയ മേഖലകളിൽ സംഘടനാ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം. വിജയ് റെഡ്ഡി മല്ലങ്കി, മാധ്യമ വിഭാഗം മേധാവി, ദക്ഷിണ മേഖലാ മേധാവി. ഹൈദരാബാദ് സ്വദേശിയായ 30-കാരനായ വിജയ് റെഡ്ഡി മല്ലങ്കി സംഘടനയുടെ മാധ്യമ വിഭാഗത്തിന്റെയും ദക്ഷിണ മേഖലയുടെയും ചുമതല വഹിക്കും. ഉസ്മാനിയ സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം കൊളംബിയ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. സംഘടനയുടെ മാധ്യമ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ചുമതലയാണ്. രത്ന സിംഗ്, നിയമകാര്യ വിഭാഗം മേധാവി. ലക്നൌ സ്വദേശിയായ 31-കാരിയായ രത്ന സിംഗ് ആണ് സംഘടനയുടെ നിയമകാര്യ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. ഡൽഹിയിലെ ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ സർവകലാശാലയിൽ നിന്ന് LLB ബിരുദം നേടിയിട്ടുണ്ട്. സംഘടനയുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയമോപദേശം നൽകുന്നതിനുമുള്ള ചുമതല ഇവർക്കായിരിക്കും. വൈഷ്ണവി ഗൌർ, ഗവേഷണ നയരൂപീകരണ വിഭാഗം മേധാവി. ഡെറാഡൂൺ സ്വദേശിയായ 29-കാരിയായ വൈഷ്ണവി ഗൌറിന് ഗവേഷണവും നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് BA LLB ഓണേഴ്സ് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട്. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഗവേഷണങ്ങൾ നടത്തുകയും നയപരമായ വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും പ്രധാന ഉത്തരവാദിത്തം. രോഹൻ ദേശ്പാണ്ഡെ, സാങ്കേതിക വിഭാഗം മേധാവി. മുംബൈ സ്വദേശിയായ 31-കാരനായ രോഹൻ ദേശ്പാണ്ഡെയാണ് സംഘടനയുടെ സാങ്കേതിക വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. IHM മുംബൈയിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദം നേടിയിട്ടുണ്ട്. സംഘടനയുടെ സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. യോഗേഷ് ഇംഗ്ലെ, ധനകാര്യ വിഭാഗം മേധാവി, പടിഞ്ഞാറൻ മേഖലാ മേധാവി. പൂനെ സ്വദേശിയായ 33-കാരനായ യോഗേഷ് ഇംഗ്ലെയാണ് സംഘടനയുടെ ധനകാര്യ വിഭാഗത്തിന്റെയും പടിഞ്ഞാറൻ മേഖലയുടെയും ചുമതല വഹിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ യോഗേഷിന് സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനൊപ്പം പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്കിത് ഭരദ്വാജ്, കിഴക്കൻ വടക്കുകിഴക്കൻ മേഖലാ മേധാവി. ഗാസിയാബാദ് സ്വദേശിയായ 35-കാരനായ അങ്കിത് ഭരദ്വാജിനാണ് കിഴക്കൻ വടക്കുകിഴക്കൻ മേഖലകളുടെ ചുമതല. ഇദ്ദേഹവും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സംഘടനയുടെ പ്രവർത്തനം കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും വടക്കുകിഴക്കൻ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും അവിടുത്തെ സംഘടനാ ഘടന കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പ്രധാന ശ്രദ്ധ.
ശ്രദ്ധ. സംഭാജി നഗറിൽ നടന്ന ദേശീയ യോഗത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന രേഖയുടെ അടിസ്ഥാനത്തിൽ അടുത്ത 6 മാസം സംഘടനാ വിപുലീകരണത്തിനും യുവാക്കളെ കൂടുതൽ സജീവമായി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമാകും മുൻഗണന നൽകുക. വിവിധ പ്രൊഫഷണൽ മേഖലകളിൽ നിന്നുള്ള യുവാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് സംഘടനയുടെ പ്രവർത്തന രീതിയിൽ കൂടുതൽ വൈവിധ്യവും വിദഗ്ധതയും കൊണ്ടുവരാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിദ്യാർത്ഥി വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഗവേഷണം, നിയമം, മാധ്യമം, സാങ്കേതിക വിദ്യ, ധനകാര്യം, പൊതുനയം തുടങ്ങിയ മേഖലകളിൽ പ്രൊഫഷണൽ സമീപനം വളർത്തിയെടുക്കുന്നതിനും പുതിയ ദേശീയ നേതൃത്വത്തിന്റെ രൂപീകരണം സഹായിക്കുമെന്നാണ് സംഘടനയുടെ നിലപാട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാതെ തന്നെ സാമൂഹികവും വിദ്യാർത്ഥി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ശക്തമാക്കുകയാണ് നിലവിലെ ലക്ഷ്യമെന്നും നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകരെ ഏകോപിപ്പിക്കുകയും പ്രാദേശിക തലത്തിൽ സംഘടനാ ഘടന വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രസ്ഥാനത്തിന് കൂടുതൽ വ്യാപകമായ ദേശീയ സാന്നിധ്യം ഉറപ്പാക്കാനാണ് പുതിയ നേതൃത്വത്തിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.